ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സൈഫറാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താവുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 4 വണ്ടിയാണ് കേട്ടോ. സുബാറു ഇംപ്രസ WRX ST എന്ന് പറഞ്ഞ മോഡലാണ്. ഇംപ്രസ 2 വേരിയൻറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതായത് സെഡാനിനും ഇറങ്ങുന്നുണ്ട്, ഹാഷ് ബാക്കും ഇറങ്ങുന്നുണ്ട്. ഇത് വന്നിട്ട് ഹാഷ് ബാക്കാണ്. ഓക്കെ, അപ്പോൾ ഇംപ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 4 ജനറേഷൻ ഉണ്ട്. ഇത് വന്നിട്ട് 3ാമത്തെ ജനറേഷൻ മോഡലാണ്. ഇംപ്രസിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത് 1994 മുതൽ 2021 വരെയാണ്. ഈ ജനറേഷൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത് 2008 മുതൽ 2014 വരെയാണ് കേട്ടോ. ഇതിൻ്റെ ഇയർ എന്ന് പറയുന്നത് സിനിമയിൽ 2009 മോഡൽ വണ്ടിയാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ എൻജിൻ റൂം എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വേരിയൻ്റ് എഞ്ചിനാണ് വരുന്നത്. അത് രണ്ടും ഇൻലൈൻ 4 ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. 2 ലിറ്ററും 2.5 ലിറ്ററും. 2 ലിറ്റർ വരുമ്പോൾ 304 bhpയും 2.5 ലിറ്റർ വരുമ്പോൾ 305 bhpയും. സിനിമയിൽ സെയിം എഞ്ചിൻ സ്പെക്ക് തന്നെ. 2.5 ലിറ്റർ ടർബോ ചാർജ് 305 bhp ആട്ടോ സിനിമയിൽ വരുന്നത്, സെയിം എഞ്ചിൻ സ്പെക്ക്. ഓക്കെ, നമുക്കതിൻ്റെ ഇന്ത്യയിലും കൂടെ നോക്കിയിട്ട് വിട്ടേക്കാം, അടച്ചേക്കാം. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നീറ്റാണ്, പൊള്ളിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നല്ല വർക്കിംഗാണ്. ഓക്കെ, ഒരുപാട് ഒച്ച നൈസായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വിട്ടേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. *52 265 വരെ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ൂർജേക്കാം. ഒരുപാട് സൗണ്ടിൽ മാറ്റമൊന്നുമില്ല. നോക്കട്ടെ, ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ സൗണ്ട് ചേഞ്ച് ഉണ്ടോ നോക്കട്ടെ. കേട്ടോ, ചേഞ്ചിങ് ഒന്നുമില്ല, സെയിം ചെറുപൊച്ച തന്നെ, വ്യത്യാസമൊന്നുമില്ല. ആദ്യത്തെ ചെറുപൊച്ച വല്ല വ്യത്യാസം.
85 വരെ വണ്ടി കയറുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.